എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പിയായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ലല്ലൂസിന് 1 വയസ്സായി. അപ്പോൾ ശിവനിക്ക് 1 വയസ്സുള്ള ടൈമിൽ ഞാൻ തയ്പ്പിച്ച് ഉടുപ്പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ല ഫംഗ്ഷൻസിനൊക്കെ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ നല്ല ഉറക്കത്തിലാണ്. രാവിലെ തന്നെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം ആശാത്തി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവിയുടെ അമ്പലം ഇനി ഞാൻ പറയില്ല, കാരണം എല്ലാ വീഡിയോസിലും എപ്പോഴും ഞാൻ പറയുന്ന അമ്പലം ഉണ്ടത് നമ്മുടെ പൂശ്ശേരിക്കാവ് ദേവിയുടെ അമ്പലമാണ്. നമ്മളെപ്പോഴും വരാറുള്ളതാണ്. വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ ശിവന് നല്ല മൂശാട്ടയിലാണ്. വേറെ ഒന്നുമല്ല, അവൾക്ക് ചോക്ലേറ്റ് വേണോ എന്നാണ് പറയണത്. അപ്പം വെറും വയറ്റിൽ ചോക്ലേറ്റ് കഴിക്കേണ്ട, എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയത്. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ നേരമൊക്കെ നമ്മൾ പുറത്തൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറണത്. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അതേ ഒരുപാട് മീനൊക്കെ ഉണ്ട്, കുറേ സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഒഴുക്ക് വെള്ളത്തിൻ്റെ ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അതേ ശിവനിക്ക് കാല് നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂശാട്ട് പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്തിരി ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ സമ്മതിച്ചു. അപ്പോൾ ആളുടെ മൈൻഡൊക്കെ മാറി, ആൾ ഹാപ്പി മൂഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടാണ്. അപ്പോൾ തിരുമേനിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയത്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണല്ലോ നമുക്ക് അമ്പലത്തിൽ വരുമ്പോൾ. അല്ലാത്തൊരു ശാന്തതയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമുക്ക് 3 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള പായസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശർക്കര പായസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുന്നിട്ടാണ്. അപ്പോൾ രാവിലെ എന്നെ ചായക്കത് ഇഡ്ഡലിയാണ് മേടിച്ചത്. അപ്പോൾ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലിയും അതുപോലെ തന്നെ പുട്ടുമാണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയോട് കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആവാറായിട്ട് വീട്ടിൽ നിന്ന് ചേട്ടൻ, ചേച്ചി, അച്ഛനമ്മ എല്ലാവരും വന്നു. അവർ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ചായക്ക് ഞാൻ കട്ടൻ ചായ ഇട്ട് വെച്ചത്. നല്ല തലവേദന ഉണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ കട്ടൻ ചായ വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് പിറ്റേ ദിവസം പരിപാടിയുടെ ഫങ്ഷൻസിൻ്റെ സ്റ്റേജ് ആട്ടോ ഇത്. നല്ല അടിപൊളി സ്റ്റേജാണ്. സിമ്പിളായിട്ടുള്ള വർക്ക് മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെയായിട്ട് ചെയ്തേക്കുന്നത്. വല്ല ഹെവി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാറ്റലോഗിൽ കുറേ കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാട്ടാ. അപ്പോൾ നമ്മൾ വിളിച്ച ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഒഴിച്ച് വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണല്ലോ. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ കൊള്ളുമോ എന്നൊക്കെ. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊക്കെ ഒഴിച്ച് വെച്ചാൽ അടിപൊളിയായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ അവർ പോവാട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ് പോവണ്ട, നിൽക്കാനൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞിട്ട് പിറ്റേ ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് അവരിതേ പോണത്. അപ്പോൾ പോവാറായപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടാണ് അവർ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.